ഹായ്, നമ്മള് കുന്നൻ വാഴത്തോട്ടത്തിലാണ് ഇന്നുള്ളത്, നമ്മുടെ സ്വന്തം. അപ്പൊ കുറെ വാഴകളൊക്കെ ഇതേ കൊലച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളെ കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന കുറെ ആളുകളുടെ ഒരു സംശയമാണ് പ്രത്യേകിച്ച് നമ്മുടെ ന്യൂ പേരൻസിന്. കാരണം കുട്ടികൾക്ക് ഏതെങ്കിലുമൊക്കെ വാഴക്കാപ്പൊടി കൊടുത്താൽ പോരെ, ഇപ്പോൾ കുന്നങ്കായ തന്നെ കൊടുക്കണോ ഏത്തക്കായ കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ പ്രത്യേകതയെ കുറിച്ച് അറിയത്തില്ല. എന്തുകൊണ്ട് കുന്നങ്കായ കൊടുക്കണം, അല്ലെങ്കിൽ എന്താണ് കുന്നങ്കായന്റെ ബെനിഫിറ്റ്സ് എന്നുള്ളത് അറിയാത്ത ആളുകളുണ്ട്. നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ എന്താണ് കുന്നങ്കായുടെ ബെനിഫിറ്റ്സ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. വേറെ ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഡോക്ടേഴ്സ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, മറ്റു വീഡിയോസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. കാരണം കുന്നങ്കായാണ് നമ്മൾ കുട്ടികൾക്ക് ആരംഭത്തിൽ കൊടുക്കണം. ഇപ്പൊ 6 മാസം തൊട്ട് നമ്മൾ കൊടുത്തു തുടങ്ങുമ്പോൾ കുന്നങ്കായ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം അവർക്ക് ഗ്യാസിന്റെ പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മറ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്ന അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനൊക്കെ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ഫുഡാണ്. അപ്പോൾ ഏത്തവാഴയ്ക്കാപ്പൊടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുന്നങ്കായ പൊടിക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദഹിക്കാൻ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരംഭത്തിൽ കുട്ടികൾക്ക് ദഹിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഫുഡ് വേണം കൊടുക്കാൻ. കാരണം ഏറ്റവും ആദ്യത്തെ വീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫുഡാണ്. അപ്പൊ അത് നമ്മൾ കുന്നങ്കായ നിർബന്ധമായിട്ടും കൊടുക്കണം. എല്ലാ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ കുഞ്ഞുവാവയുള്ള ഒരു പാരന്റ് ആണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് സ്റ്റാർട്ട് ചെയ്യുന്നത് നിർബന്ധമായിട്ടും കുന്നങ്കായപ്പൊടി തന്നെ ആയിരിക്കണം. ഇത് മൂത്തിട്ടില്ല, കുറച്ചായിട്ടേ ഉള്ളൂ. പിന്നെ വേറെ ഉണ്ട്, നമുക്ക് കാണാം. അപ്പൊ നമ്മള് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കുന്നങ്കായയുടെ പൊടിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുന്നങ്കായ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യുന്ന വാഴത്തോട്ടാണ് ഇത്. അടുത്ത കൊല നമ്മൾ പല സമയങ്ങളിൽ കൊണ്ടുവന്നായതുകൊണ്ട് ചില വാഴകൾ കൊലച്ചു, ചില വാഴകൾ കൊലച്ചിട്ടില്ല. അങ്ങനെ ഇനി അടുത്തത് ഇവിടെ ഇപ്പൊ കൊലച്ചിരിക്കുന്നൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് ഒരു അടുത്ത സമയത്താട്ടോ. ഇപ്പൊ അതുകൊണ്ട് ഏറെക്കുറെ ഒരേപോലെയാണ് മൂപ്പ് വന്നിരിക്കുന്നത്. ഇനി അതെ അവിടെയൊക്കെ ഉണ്ട്. ഇത് വേറെ ഒരെണ്ണം. അതുപോലെ തന്നെ ഇപ്പൊ ചെറുത് ഇപ്പൊ കൊലയ്ക്കാൻ തുടങ്ങിയതുണ്ട്, അത് കാണിക്കാം. ഇത് തേൻ കുടിക്കാൻ തേനീച്ചയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. തേൻ കുടിക്കാൻ കാണുന്നുണ്ടോ? അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. ഇതും കൊലച്ചാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതേണ്ടേ. ഇപ്പൊ ഇതാണ് നമ്മുടെ കണ്ണങ്കായ എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികൾക്ക് കണ്ണങ്കായ, കുന്നങ്കായ എന്നൊക്കെ പറയുന്നത്. പണ്ട് കാലത്തുള്ള ആളുകളൊക്കെ ഇതായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ പുതിയ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. അത് ഇവിടെ അടുത്തൊരു കൊല ആയിട്ടുണ്ട്. അപ്പൊ അത് മാത്രല്ല, ഈ സാധനം കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പൊ നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇതിന്റെ വിത്തൊക്കെ സംഘടിപ്പിച്ച് നമ്മൾ തന്നെ ഇങ്ങനെ ഒരു വലിയൊരു തോട്ടമാക്കി എടുത്തിരിക്കുന്നത്. പക്ഷെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, ആരംഭത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് ഇത് മാത്രമാണ്. എങ്കിൽ മാത്രമേ അവർക്ക് ഗ്യാസിന്റെ പ്രോബ്ലം, ദഹന പ്രശ്നങ്ങള്, അതിനെ തുടർന്നുള്ള വയറുവേദന, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാതിരിക്കത്തുള്ളൂ.